ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1571. ഇന്ന് ഏപ്രിൽ മാസം 19 ഈ ആണ്ടിലെ 110 ദിവസത്തിലെത്തി. വിശുദ്ധ വേദഗ്രന്ഥം നിറയെ, പ്രത്യേകിച്ച് പുതിയ നിയമവും സുവിശേഷത്തിലും ഒരുപാട് മുഴങ്ങിക്കേൾക്കുന്ന ഒരു ആശ്വാസത്തിന്റെ ആഹ്വാനമാണ് ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. എന്തുമാത്രം ഭയമുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ. എന്തിനെയൊക്കെ കുറിച്ചാണ് ഈ ഉത്കണ്ഠയും ആകുലതയും ഒടുവില് അളക്കാനാവാത്ത വിധത്തില് ഭയവും രൂപപ്പെടുന്നത്. മനുഷ്യന്റെ സർവഭയങ്ങൾക്കും അഭയമാകാനായിട്ടുള്ള ആളാണ് ശരിക്കും ക്രിസ്തുയേശു. അത് തിരിച്ചറിഞ്ഞവരാണ് ഭയപ്പാടോടുകൂടി ഓരോ നിമിഷം ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ആദമേ, നീ എവിടെയാണ്? അതൊരു വാത്സല്യത്തിന്റെ ശബ്ദമായിരുന്നു, അതോ വലിയ പ്രതിഷേധത്തിന്റെ, നിരാശയുടെ, ക്ഷോഭത്തിന്റെ സ്വരമായിരുന്നു? ആദമേ, നീ എവിടെയാണ്? അതൊരു വാത്സല്യത്തിന്റെ തന്നെ ശബ്ദമാണ്. നിനക്ക് എന്താണ് പറ്റിയത്? ദൈവത്തിന്റെ ശബ്ദം അന്നു മുതലാണെന്ന് തോന്നുന്നു മനുഷ്യന് വല്ലാതെ ഭയം തരാൻ തുടങ്ങിയത്. ദൈവഹിതകരമല്ലാത്ത എന്തൊക്കെയോ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതോടുകൂടി. എന്തായാലും യേശുവിന്റെ പിറവിയും യേശുവിന്റെ ജീവിതവും മരണവും ഉത്ഥാനവുമൊക്കെ സകല ഭയങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുവാനുള്ളതാണ്. വിശുദ്ധ വേദഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചാല് ഏതാണ്ട് 365 മീതെ ഭയപ്പെടേണ്ട എന്ന ഒരു ആശ്വാസത്തിന്റെ ആഹ്വാനം ആവർത്തിക്കുന്നുണ്ടത്രേ. എന്നുവെച്ചാൽ ഒരു ദിവസം പോലും ഭയത്തിന്റെ നിഴലിൽ ആരും ആയിരിക്കരുത്, കഴിയരുത് എന്ന് ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവപുത്രൻ എത്ര തവണ സുവിശേഷങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്ന്. ലോകത്തിന് മറ്റേതൊരു കാലത്തെക്കാളും വല്ലാത്ത ഭയം നിറഞ്ഞിരിക്കുന്ന, ഭയത്താൽ ലോകം വിഴുങ്ങപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരസ്പരം നമുക്കൊന്ന് ധൈര്യപ്പെടുത്താനായിട്ട് എന്നു മുതലായി ആവുക. എനിക്ക് തോന്നുന്നു വീടിനകത്ത് പോലും ഓരോരുത്തരും അവരുടെ അധികാരവും മേധാവിത്വവും നിലനിർത്താനായിട്ട് മറ്റുള്ളവരെ അളവിലധികം ഭയപ്പെടുത്തുന്നുണ്ടോ? എന്തായാലും യേശുവിന്റെ ജനനം സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു വലിയ സന്തോഷമാണെന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒട്ടും ഭയമില്ല എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഭയമില്ലാത്ത ഒരു ലോകത്തെ രൂപപ്പെടുത്താനായിട്ട് യേശു ശ്രമിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നമുക്കും ആ പക്ഷം ചേരാം. ആരെയും ഭയപ്പെടുത്താതെ, ആരാലും സ്വയം ഭയപ്പെടാതെ. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.